വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. ചില ആളുകൾ പറയാറുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് സക്സസ് ആവാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ. എന്താകാം ഇതിൻ്റെ റീസൺ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബേസിക്കലി രണ്ട് തരം ആളുകളുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെട്ട ആളുകൾ ലൈഫിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വ്യക്തമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് എല്ലാം കൃത്യമായി ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവില്ല. അവരോട് അവരുടെ ഗോൾ എന്താണ് എന്ന് ചോദിച്ചാൽ മിക്ക ആളുകളും പറയുന്നത് എനിക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എത്തിച്ചേരണമെന്നായിരിക്കും. അതായത് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗോൾ, പ്ലാൻ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു ഗോളാണ്. ലൈഫിൽ എന്തായി തീരണമെന്ന് ചോദിച്ചാൽ പറയാൻ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാവണം. നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും തനിയെ ഇരുന്നൊന്ന് ചിന്തിക്കുക. എനിക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്? ജീവിതത്തിൽ എവിടെയാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്? എനിക്ക് ഏറ്റവും ആഗ്രഹം തോന്നുന്നത് എന്തായി തീരാനാണ്? പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് 35 വയസ്സായി അല്ലെങ്കിൽ എനിക്ക് 40 വയസ്സായി എന്നും പറഞ്ഞ് ഒരു കാര്യവും നിങ്ങൾ മാറ്റി വയ്ക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങൾക്ക് എത്ര വയസ്സായെങ്കിലും നിങ്ങൾക്ക് ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നിങ്ങളതിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുത്താൽ മാത്രം മതി. രണ്ടാമതായിട്ട്, നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഗോള് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു ടൈം ലിമിറ്റ് കൂടി സെറ്റ് ചെയ്യുക. വെറുതെ നമ്മളൊരു ഗോൾ എഴുതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ഗോളിൽ എത്തിച്ചേരണമെന്ന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്കുണ്ടാവണം. ഇപ്പോൾ നിങ്ങൾക്ക് 1 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പറയാൻ കഴിയണം. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ടൈം ലിമിറ്റുള്ള ഒരു ഗോളുണ്ട്. ആ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമതായിട്ട്, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ നന്നായി ഒന്ന് ഫ്രീ ആക്കുക. മുമ്പ് പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു തോട്ട്സൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഇതൊക്കെ എനിക്ക് പറ്റുമോ, ഞാൻ വെറുതെ എഴുതി വെച്ചതാ, ഇങ്ങനെയൊക്കെയുള്ള സംശയത്തിൻ്റെ ചിന്തകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. നമ്മുടെ മൈൻഡ് ഒരു പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. അത് വേറൊരാളും ഒരിക്കലും നമുക്ക് വന്ന് ചെയ്തു തരില്ല. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ബ്രെയിൻ ഡംപ്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ, വിഷമങ്ങൾ, അതുപോലെ സന്തോഷങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഒരു പേപ്പറിലേക്ക് നമ്പറിട്ട് എഴുതി വയ്ക്കുക. നിങ്ങളങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മറ്റൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതുക. അതായത് ഞാനിത് ചെയ്താൽ ശരിയാവില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പണ്ട് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരാജയത്തിലേ എത്തിയിട്ടുള്ളൂ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ അതൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതുക. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കിത് പറ്റും, അല്ലെങ്കിൽ ഞാൻ അവിടെ സക്സസ് ആയിട്ടുണ്ട്, ഇതൊക്കെ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ട്സ്, അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ വേറൊരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ ആദ്യത്തെ പേപ്പർ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു പേപ്പർ നമുക്ക് കത്തിച്ചു കളയാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആകും. നിങ്ങൾ ശരിക്കും ഇരുന്നൊന്ന് ചിന്തിച്ച് ഇങ്ങനെ എഴുതി ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആകുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. നാലാമതായിട്ട്, നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതിനെ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ സെക്ഷനിൽ നിങ്ങളുടെ ഗോൾ നിങ്ങൾ എഴുതി വയ്ക്കുക. നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്തിരുന്നു, ആ ഒരു ഗോൾ എഴുതി വയ്ക്കുക. രണ്ടാമത്തെ സെക്ഷനിൽ ഈ ഒരു ഗോള് ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലേക്ക് വരുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി നേടിയെടുത്തു. ഈ ഒരു ജോലി ഞാൻ നേടിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ കഴിയും, എനിക്ക് സമൂഹത്തിലൊരു വില ലഭിക്കും. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട്സ് നിങ്ങൾ രണ്ടാമത്തെ സെക്ഷനിൽ എഴുതി വയ്ക്കുക. ഇനി തേർഡ് സെക്ഷനിൽ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി വയ്ക്കുക.
അതായത് ഈ ഒരു ജോബ് ലഭിക്കണമെങ്കിൽ ഞാൻ ആദ്യം അങ്ങോട്ട് ആപ്ലിക്കേഷൻ അയക്കണം. അതുപോലെ ഇൻ്റർവ്യൂസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഡെയിലി ഞാൻ ഒരു 4 മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കുക. എന്ന് വെച്ചാൽ ആ ഗോളിൽ എത്തിച്ചേരാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, അത് ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോളാണെങ്കിൽ ഓരോ മാസവും ഓരോ ആഴ്ചയും ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് ലൈഫിൽ ആഗ്രഹിക്കുന്നത്, അവിടെ എപ്പോൾ എത്തിച്ചേരണം, അതിന് ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ ചെയ്യണം. ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതി വെച്ച ഒരു ഗോൾ പ്ലാൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കവിടെ എത്തിച്ചേരാനായിട്ട് കഴിയും. ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ്സിലൊക്കെ ഒരുപാട് ഡിഫറൻസസ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഡെയിലി നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുക, മടി കൂടാതെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസോടെ ഓരോ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ ഡെയിലി പോസിറ്റീവ് അഫോർമേഷൻസ് പറയുക, പോസിറ്റീവ് സെൽഫ് ടോക്ക് നടത്തുക. അതുപോലെ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ അവിടെ എത്തിച്ചേർന്നതായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുക. ആക്ട് ആസീഫ് എന്നാണ് ഈ ഒരു ടെക്നിക്കിന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ അവിടെ ഒന്നും എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ എത്തിച്ചേർന്നു, ഞാൻ ആ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ പെരുമാറി നോക്കുക. ഇതൊക്കെ പലരുടെയും ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിഷനും ഡിസിപ്ലിനും കോൺഫിഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിക്കുന്ന ലൈഫ് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.